രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കുക അല്ലെങ്കിൽ ലഞ്ചിന് എന്താ കറികൾ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചൊരു പ്രധാന ഒരു പ്രശ്നമാണല്ലേ. അപ്പോൾ ഞാൻ ദാ ഇന്നലെ ആണെങ്കിൽ അരി കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഡെയിലി ദോശയായിരിക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും ഫ്രിഡ്ജിലായാലും ദോശയുടെ മാവും ഒക്കെ കാണുന്നതാണ്. അപ്പോൾ ഞാൻ അരി കുതിരാൻ വേണ്ടി ഇട്ടിട്ട് അരച്ച് വെക്കാനായിട്ട് മറന്നുപോയി. പിന്നെ ഓർത്ത് വന്നപ്പോഴേക്കും കറണ്ടും ഒക്കെ അങ്ങ് പോയി. പിന്നെ അതെടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ആയപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരുന്നത് കൊണ്ട് ഇടിയപ്പം അങ്ങ് ആക്കാമെന്ന് വെച്ചു. ഞാനിങ്ങനെ അത് ചുറ്റിച്ച് അങ്ങ് അടുപ്പിലോട്ട് വെച്ചു കേട്ടോ. ഞങ്ങളിവിടെ കൊല്ലംകാർ ഇടിയപ്പം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ചില നാടുകളിലൊക്കെ നൂലപ്പം എന്നും നൂൽപുട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ പിന്നെ അതിന് വേണ്ടിയിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വെച്ച് ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഇങ്ങോട്ട് അരിഞ്ഞു വെച്ചു. അരിഞ്ഞുകൊണ്ട് നിന്നപ്പോഴേക്കും മീൻ കൊണ്ടുപോയി. പിന്നെ അതും ഒക്കെ ഒന്ന് വാങ്ങിച്ചുകൊണ്ടിട്ടിട്ട് പെട്ടെന്ന് കറിയങ്ങ് ആക്കി. കറിയെന്ന് വെച്ചാൽ ഒരു തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചുണ്ടാക്കിയതായതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് കറിയങ്ങ് റെഡിയാക്കാമെന്ന് വെച്ചു. സവാളയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഉരുളക്കിഴങ്ങും മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചു. നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചു കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടു. പെട്ടെന്ന് തന്നെ കറിയൊക്കെ ആയി കേട്ടോ. അത് ഒരു തട്ടിക്കൂട്ട് കറി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കറിയായി. അപ്പോഴത്തേക്ക് ഇടിയപ്പവും കറിയൊക്കെ ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്